എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിച്ച ചർച്ചയെ ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി നമ്മോടൊപ്പം പാസ്റ്റർ രാജേഷും പാസ്റ്റർ ജോയും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. പാസ്റ്റർ ജോൺ ജോയ്, പാസ്റ്റർ രാജേഷ്, ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിച്ച അത്ഭുത പ്രവൃത്തിയുടെ പശ്ചാത്തലം എന്താണ്? യേശുക്രിസ്തു വിജനമായ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് തനിച്ച് പോയിന്ന് വിശ്രമിക്കാമെന്ന് വെച്ചായിരുന്നൊക്കെ പോയിരുന്നത്. എന്നാൽ ജനക്കൂട്ടം യാതൊരു മുന്നറിയിപ്പും യേശുക്രിസ്തു ഇങ്ങനെ പോകുന്ന ഈ യാത്രയെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും യേശുക്രിസ്തു കൊടുത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്ത് വലിയൊരു ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടായിരുന്നു. അവർ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് വന്ന് അങ്ങനെ വിജനമായ ഒരു സ്ഥലത്ത് വന്ന് അവിടെ ഇരിക്കുകയും ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തു. അതാണ് വചനം പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു അവിടേക്ക് പോകുകയാണ് എന്നവർ കേട്ടിട്ട് കർത്താവ് എവിടെയാണോ അവിടേക്ക് പോകുവാനായിട്ട് ഇവരെല്ലാവരും യേശുവിന്റെ പുറകെ ചെല്ലുകയാണ്. കർത്താവായ യേശുക്രിസ്തു മുൻപ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ പോകുന്ന കാര്യം? പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറിപ്പോ എവിടെ നിന്ന് യേശുക്രിസ്തു എപ്പോഴും താൻ ഇന്നടത്ത് പോകുന്നു, പടകിൽ കയറി ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. പക്ഷേ യേശുക്രിസ്തു പരസ്യമായിട്ട് ഞാൻ ഇന്നടത്തേക്ക് പോകുന്നു, നിങ്ങൾ എൻ്റെ കൂടെ വരാനെന്ന് യേശുക്രിസ്തു വിളിച്ചിട്ടില്ല. പക്ഷേ യേശു അങ്ങോട്ട് പോകുകയാണ് എന്നൊരു കേൾവി അവർ കേൾക്കുകയാണ്. അപ്പോൾ യേശു പോയ ഭാഗത്തേക്ക് അവരും പിൻചെല്ലുകയാണ്. അങ്ങനെ ഈ ജനക്കൂട്ടം കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുകയായിരുന്നു. ഓക്കെ, എവിടെ വച്ചാണ് ഈ 5000 പേരെ കർത്താവായ യേശുക്രിസ്തു പരിപോഷിപ്പിച്ചത്? അതിൻ്റെ ആ സാഹചര്യം പാസ്റ്റർ രാജേഷ് ഒന്ന്. അത് വചനം നമ്മോട് പറയുന്നത് മരുഭൂമിയിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പോയതെന്നും ജനങ്ങൾ അവിടേക്ക് ചെന്നുവെന്നും വചനം പറയുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നു അവർ സമതലത്തിൽ എല്ലാവരും ഇരിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി. അവിടെ പുല്ലിൻ്റെ മേൽ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തി. അതായത് ജനങ്ങൾ ആൾപ്പാർപ്പില്ലാത്തതായ ഒരു സ്ഥലത്തേക്ക് സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയായിട്ട് കർത്താവ് പോയതായ ഒരു അവസരത്തിലായിരുന്നു ഇവർ പുന്നമേ ചെല്ലുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ ഒരു മണലാരണ്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം. ഇവിടെ വചനം പറയുന്ന പ്രകാരം വിജനമായ ഒരു സ്ഥലം, ആൾപ്പാർപ്പില്ലാത്ത, അതേസമയം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, അവിടേക്കാണ് കർത്താവായ യേശു പോകുന്നത്. എന്തുകൊണ്ട് ആ നിർജ്ജന പ്രദേശം തെരഞ്ഞെടുത്തു? യേശുക്രിസ്തു എപ്പോഴും ജനത്തിരക്കിൽ നിന്ന് മാറി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് പലപ്പോഴും ഇരിക്കാൻ ആഗ്രഹിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് പല ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ടോ അല്ലെങ്കിൽ യേശുക്രിസ്തു അതുപോലെ പട്ടണപ്രദേശത്തിലാണെങ്കിൽ ഇതുപോലെ ശാന്തമായിട്ട് പ്രസംഗിക്കാനോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടില്ല. ഒരർത്ഥത്തിൽ ഈ ജനം അവനെ ഫോളോ ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിജനമായിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്താണെങ്കിൽ അതിന് വളരെ ശാന്തമായ അന്തരീക്ഷമുണ്ട്. ആ സാഹചര്യത്തിൽ ജനത്തിന് ശ്രദ്ധയും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകത്തില്ല. അവർ വളരെ ശ്രദ്ധയോടുകൂടെ ഇത് കേൾക്കുവാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പം അവിടെ ദൈവവചനം ഘോഷിച്ചിരുന്നോ കർത്താവായ യേശുക്രിസ്തു? തീർച്ചയായിട്ടും ദൈവവചനം ഘോഷിച്ചുകൊണ്ടാണല്ലോ ജനം അവിടെ തന്നെ ഇരുന്നത്. വൈകുന്നേരമായിട്ടും ജനം എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അത് എന്തുകൊണ്ടാണ്? വൈകുന്നേരമായിട്ടും അവർക്ക് അവരുടെ ഭവനങ്ങളിൽ പോകാൻ മനസ്സിലായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം, ആ ഒരു സാമീപ്യം അവരെല്ലാവരും വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പം നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാം ഒരു വ്യക്തിയെ അമിതമായി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തിയെ വിട്ടുപോലും നമുക്ക് ആർക്കും തോന്നാറില്ല. ആ വ്യക്തിയുമായിട്ട് എപ്പോഴും ഇരിക്കണം, അവനുമായിട്ട് എപ്പോഴും സംസാരിക്കണം, അല്ലെങ്കിൽ അവളുമായിട്ട് എപ്പോഴും ഇടപെടണം എന്നൊരു ചിന്തയാണ് നമ്മളെല്ലാവരും ഉണ്ടാവുക. ആ ഒരു ചിന്താഗതിയാണ് ഈ ജനങ്ങളിൽ ഉണ്ടായിരുന്നത്. കർത്താവായ ദൈവത്തെ അവർ അധികമായി സ്നേഹിച്ചിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും അവർ വിസ്മയിപ്പിച്ചു. അതുമാത്രവുമല്ല, ഇവൻ ഇസ്രയേലിൻ്റെ രാജാവാകുവാൻ പോകുകയാണോ എന്നൊരു ചിന്തയൊക്കെയും ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ആ ഒരു ചിന്താഗതിയിലൂടെയാണ് ജനങ്ങളൊക്കെയും യേശുവിനെ പിൻചരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെയും രാത്രി ആയതുപോലും അറിഞ്ഞതുപോലുമില്ല, വൈകുന്നേരമായതുപോലും അവർ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു മടങ്ങി പോകുവാൻ ഒരു മനസ്സില്ലായ്മ ഇവരെ കാണിക്കുക. ഇത്രയും നേരമായിട്ടും അവർക്ക് വിശപ്പോ ദാഹമോ ഒന്നും അവരെ അനുഭവപ്പെട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലേ? യഥാർത്ഥമായിട്ട് നാം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ലോകത്തിലെ ആളുകൾ സംസാരിക്കുന്ന പോലല്ല. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ആ മാധുര്യമേറിയ വചനങ്ങൾ, ഉദാഹരണങ്ങൾ,
അത്ഭുത പ്രവൃത്തികൾ, ഉപമകൾ ഇതൊക്കെ ജനത്തെ അവിടെ ഇരുത്തി മറ്റു സ്ഥലത്തേക്ക് പോകാത്ത അവസ്ഥയിൽ അവർ ഇരുത്തുന്ന അനുഭവത്തിലാണ്. അതെ, അത്രമാത്രം ജനത്തിൻ്റെ ഹൃദയത്തോട് അധികം സംസാരിച്ചുകൊണ്ടത്. അതെ, ആ ഹൃദയത്തിനകത്തത് ആഴത്തിൽ പതിയുന്നതിനും അവർക്കത് വലിയ ആശ്വാസമായിട്ട് സന്തോഷമായിട്ട് തോന്നി. നോക്കിയാട്ടെ, ഇന്ന് പോപ്പ് മ്യൂസിക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് എന്താണ് അതിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുകയാണ്, എത്ര മണിക്കൂർ ഇരിക്കും. എന്നാൽ അതിനേക്കാളും എത്രയോ മാധുര്യമേറിയ വാക്കുകളാണ് കർത്താവിൻ്റെ നാവിൽ നിന്ന് വന്നത്. അതവർക്ക് എത്ര ആശ്വാസം, ഹൃദയത്തിന് സമാധാനം, സന്തോഷം, ആശ്വാസം, ഒരു നല്ല തണുപ്പ് എല്ലാം അവർ അനുഭവിച്ചു. അതുകൊണ്ട് അവർക്ക് പോകാൻ തോന്നുന്നേയില്ല. അതെ, അവരടുത്ത് പറയുകയാണ് കർത്താവായ യേശുവിൻ്റെ വാക്കുകളൊക്കെയും അവർ വിസ്മയിച്ചു, അവരെ വിസ്മയിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നു. കാരണം അത്രത്തോളം അവരെ അതിശയിപ്പിക്കുന്നതായ കാര്യങ്ങളായിരുന്നു കർത്താവായ ദൈവം അവരെ പഠിപ്പിച്ചത്, അവരെ ഉപദേശിച്ചത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആ ഉപദേശത്തിൽ വിസ്മയിച്ചു, അവരെ അതിശയിച്ചു എന്ന് കർത്താവ് നമ്മുടെ വചനം പറയുന്നുണ്ട്. ഇവിടെ കാണുന്നില്ല ഇങ്ങനെ ജനം വിശപ്പും ദാഹത്തോടും അവരോട് ഭക്ഷണം ചോദിച്ചതായി ഇവിടെ കാണുന്നില്ല അല്ലേ? അവരാരും ചോദിച്ചില്ല. പക്ഷേ ഈ ജനത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ഇത്രയും നേരമായിട്ട് ഒരു ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, നേരം സന്ധ്യയാകാൻ പോകുന്നു, പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകാനും സാധിക്കത്തില്ല, വല്ലാത്തൊരു പ്രയാസത്തിൽ അവരിയ്ക്കുകയാണ്. എന്നിട്ട് തന്നെ അവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ശിഷ്യന്മാർക്ക് വലിയ താല്പര്യം. ശിഷ്യന്മാർക്ക് മാത്രമാണ് അവിടെ താല്പര്യം ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് ആർക്കും ആ വിചാരമേ തോന്നിയില്ല. അത്ര മാധുര്യകരമായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ചിന്തയിലേക്ക് വരാൻ പോവാണല്ലോ. ആ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ട്, അവൻ പോലും എടുത്ത് ഭക്ഷിച്ചില്ല. അവനും അത് അവന് കഴിക്കാനുള്ള വിശപ്പുണ്ടെങ്കിൽ തന്നെ അവരത് കഴിക്കാനായിട്ട് എഴുതിട്ട് മാറുന്നില്ല. അവനിങ്ങനെ യേശു ക്രിസ്തുവിന്റെ പ്രസംഗം കേട്ട ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ, അവൻ അവിടെ എഴുന്നേറ്റ് പോകുന്നില്ല. അല്ലെങ്കിൽ അവന് വിശപ്പോ, അല്ലെങ്കിൽ സമയമായാലും 12 മണിയായി, ഭക്ഷണം കഴിക്കേണ്ട സമയമായാലും, അല്ലെങ്കിൽ 1 മണിയായി, ആ ഒരു ചിന്ത അവനില്ല. അതെ, എല്ലാം പരിസരമൊക്കെയും മറന്നവരിയ്ക്കുകയാണ്. പരിസരമെല്ലാം മറന്ന് ഇരിക്കുകയാണ്. അപ്പൊ ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ? ജനമെല്ലാം വിശന്നിരിക്കുകയാണ്, നമ്മൾക്ക് അവർക്ക് ആഹാരം കൊടുക്കണം എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുന്നുണ്ട്. അപ്പം യേശു ക്രിസ്തു എന്താണ് മറുപടി നൽകിയത്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അതെ, കർത്താവ് പറഞ്ഞത് യേശുവിനോട് എന്ന് പറയാം, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നവരല്ലേ, ഇവരെ എങ്ങനെയാണ് പോഷിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. മാസ്റ്റർ, നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ ഈ ചർച്ച തുടരുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഈ ചർച്ച തുടരുന്നതായിരിക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് എന്താണ് ചോദിച്ചത്? ഇവിടെ കർത്താവായ ദൈവം അവരോട് ചോദിക്കുന്നതായ സമയത്ത് അവർ പറയുകയാണ്, കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരം കർത്താവ് ഇപ്രകാരം പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ ദിവസം വരെയും എന്നോടുകൂടെ നടന്നവർ, എൻ്റെ അത്ഭുതങ്ങളൊക്കെയും കണ്ടവർ, ഞാൻ ചെയ്തതായ സകല പ്രവൃത്തിയും ഇവരെ കണ്ടറിഞ്ഞവർ, അങ്ങനെയുള്ളവർ എന്നോട് തിരിച്ച് കർത്താവ് ഞങ്ങൾക്ക് ഒന്നിനും സാധിക്കുകയില്ല, ഇത്രയും പേര് ഞങ്ങൾ എങ്ങനെ പോഷിപ്പിക്കും, ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ കൊടുക്കുവാനായിട്ടില്ല, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞ് ആ കർത്താവിലേക്ക് അവർ ചൂണ്ടിക്കാണിക്കുമെന്ന് കർത്താവായ യേശു ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് കർത്താവായ ദൈവത്തിന് അത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതായ ഒരു വിശ്വാസമോ യാതൊന്നും തന്നെ അവരിൽ ഉണ്ടായിരുന്നില്ല. അതെ, അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങളുടെ കൈവശം എന്തുണ്ട്? അപ്പം ശിഷ്യന്മാർ അതിനിടയിൽ അവിടെ ഒരു സെർച്ച് നടത്തിയിരിക്കുന്നു അല്ലേ? അതിനിടയിൽ ആളുകളുടെ ഒന്ന് അന്വേഷണം നടത്തി, അതെ, എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ നോക്കിയ കൂട്ടത്തിലാണ് ഒരു ചെറിയ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. മറ്റാരുടെയും കയ്യിൽ ഇതുപോലെ ഭക്ഷണം ഇത്രയും പേര് കൂടിയിരിക്കുമ്പോൾ ചെറിയ ബാലൻ പോലും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികൾക്ക് പോലും വിശന്നില്ല എന്നതാണ് വാസ്തവം അല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ കർത്താവായ യേശുവിൻ്റെതായ പ്രസംഗം അത് വലിയവരെ മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങളെ പോലും സ്വാധീനിച്ചു എന്നുള്ളതാണ്. അവരെ പോലും മതിമറന്നിരുന്നു പോയി. അതാണ് കർത്താവായ യേശുവിൻ്റെതായ കഴിവ്, ആ ഒരു പ്രസംഗത്തിൻ്റെതായ ഒരു ശക്തി അതായിരുന്നു. അപ്പം ഈ ബാലൻ ശിഷ്യന്മാരോട് ചെന്ന് പറഞ്ഞോ, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു? അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രധാന കാര്യമുള്ളത്, മറ്റുള്ളവരുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നോ? വെറും ഒരു ബാലന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവോ? കാരണം 5000 പുരുഷന്മാർ മാത്രം 5000 പേരെന്നാണ് നമ്മുടെ വചനം പറയുന്നത്.
അപ്പോൾ എല്ലാവരിലും നോക്കുമ്പോഴും ഒരാളിൽ മാത്രമാണ്, അതും ഒരു കുഞ്ഞു ബാലനിൽ മാത്രമാണ് 5 അപ്പവും 2 മീനും കാണുന്നത്. അതുമാത്രവുമല്ല, ഒരു കുഞ്ഞു ബാലൻ 5 അപ്പം കഴിക്കാൻ സാധിക്കുമോ? 5 അപ്പം കഴിക്കാൻ സാധിക്കുമോ? അതൊരു നമുക്ക് ചിന്തിക്കാനുള്ളതായ ഒരു കാര്യമാണ്. ബാലന്റെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒത്തിരി കൊച്ചു കുഞ്ഞായിരിക്കത്തില്ല. അവന്റെ അമ്മയാണല്ലോ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. അവന്റെ വയറിന്റെ കപ്പാസിറ്റി അവന്റെ അമ്മയ്ക്ക് അറിയാം. ഇല്ല, സ്വാഭാവികമായിട്ട് അവൻ എത്ര കഴിക്കുന്നുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അതനുസരിച്ച് അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത് വിട്ടായിരിക്കാം. പിന്നെ അത് തന്നെയല്ല, എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ കയ്യിലും ഭക്ഷണം ഉണ്ടായിരുന്നേക്കാം. സാധാരണ ഉണ്ടല്ലോ, ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്കിടത്ത് കഴിക്കുമല്ലോ, ഈ ടിഫിൻ സ്കൂളിൽ കൊണ്ടുവന്ന് പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നേക്കാം ഭക്ഷിച്ച് കാണുമായിരുന്നേക്കും. ഈ ബാലൻ മാത്രം വെച്ചിട്ടുണ്ടാകും. യേശുക്രിസ്തു തന്നെ തൻ്റെ ഫാസ്റ്റ് 40 രാവും 40 പകലും ഉപവസിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിട്ട് സാത്താൻ അവനടുത്തിട്ട് ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറയും. അപ്പോൾ യേശുക്രിസ്തു പറയുന്നതാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞു. ആ വചനമാണ് ഇവിടെ കർത്താവ് കൊടുക്കുന്നത്. എന്നാൽ അവർക്ക് അവരുടെ വയറ്റിന് അപ്പമായി തീർന്നു. എന്നാൽ ആ സമയം വരെയും അവരെ വിശപ്പ് മാറുന്നത് കേട്ടു. പക്ഷേ യേശുക്രിസ്തു ആണല്ലോ മനുഷ്യനെ നിർമ്മിച്ചത്. ആ യേശുക്രിസ്തുവിന് അറിയാം, എന്നാൽ ഇവന് ആവശ്യമായിരിക്കുന്ന ആഹാരം ആവശ്യമാണെന്നും കൂടെ അറിയാം. കുട്ടികളും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും ഈ 5000 പേരിൽ ഉൾപ്പെട്ടിരുന്നോ? കുട്ടികളെ കൂടാതെ പുരുഷന്മാരെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൽ. വചനം പറയുന്നത് പുരുഷന്മാർ മാത്രം 5000 പേർ എന്നാണ്. അപ്പൊ അവരെ പുരുഷന്മാരെ 5000 പേരായ പുരുഷന്മാരെ കൂടാതെ ഇനിയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നതായ വേറൊരു സംഘവും കൂടെ ഉണ്ട്. അപ്പോൾ 5000-ലധികം പേര് എങ്ങനെ നോക്കിയാലും ഉണ്ടായിരുന്നിരിക്കണം. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ പ്രസംഗമൊക്കെ വന്നതിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ 5000 പേര് കൂടാതെ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, പുരുഷന്മാരുടെ മാത്രമേ എണ്ണം എടുക്കുന്ന 5000 പേരുന്ന്. അപ്പം ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എന്താണ് ഈ ബാലൻ ഈ ശിഷ്യന്മാരെ കൊണ്ട് കൊടുക്കുകയാണോ ചെയ്തത്, അതോ ബാലൻ കൊണ്ട് യേശുക്രിസ്തുവിന്റെ കയ്യിൽ കൊടുത്തു? ഇവിടെ വാക്യം നമ്മോട് പറയുന്നത് ഫിലിപ്പോസ് ആണ്, ആന്ത്രേയസ് ആണ് ഇത് കാണുന്നത്. അത് ആന്ത്രേയസ് കാണുകയും ഈ 5 അപ്പവും മീനും വാങ്ങി കർത്താവായ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. കർത്താവേ, ഇതാ ഒരു ബാലനുണ്ട്, ഇവിടെ കൈവശം 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണെങ്കിൽ കൊണ്ടുവരിക എന്ന് പറയുകയും കർത്താവ് അതിനെ വാങ്ങി, വചനം പറയുകയാണ്, അവൻ മുകളിലേക്ക് അതിനെ ഉയർത്തി സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതിനെ വാഴ്ത്തി നുറുക്കി കൊടുത്തു എന്ന് പറയുന്നു. അതുമാത്രമല്ല, അവരോട് പറയുകയാണ്, 5000 പേരെന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂട്ടമല്ല, വലിയൊരു കൂട്ടമാണ്. അതെ, അത് മാത്രമല്ല എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഒരു തള്ളിക്കൂടലോ ഒരു ഇടിയോ അല്ലെങ്കിൽ ഒരു ബഹളമോ ഒക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ 100 പേർക്ക് ആഹാരം കൊടുക്കാൻ തന്നെ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടേണ്ടി. വേറൊരു കാര്യം, കൊടുക്കാൻ്റെ കൊണ്ടൊരു മനസ്സ്. ഈ ബാലന് വേണേൽ പറയാൻ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ മമ്മി എനിക്ക് അന്ന് വിട്ട കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും പട്ടിണിയാകും. പക്ഷെ കർത്താവ് ആവശ്യപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ബാലൻ വളരെ മനസ്സോടുകൂടി കൊടുക്കുകയാണ്. ഇത് ദൈവം നമ്മളോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ചോദിക്കുന്നുണ്ട്. മകനെ, നിന്റെ ഹൃദയം എനിക്കിതാ. നമ്മൾ സ്വമനസ്സാലെ കൊടുക്കണം എന്നാണ്. സ്വമനസ്സാലെ കൊടുത്താൽ അതിന് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതുമാത്രമല്ല, ഈ 5000-ലധികം വരുന്നതായ വലിയൊരു ജനക്കൂട്ടം കർത്താവായ ദൈവത്തെ അനുസരിക്കുകയാണ്. അവർ തള്ളി കൂടുകയോ തിക്കിതിരക്കുകയോ ഒന്നും ചെയ്യാതെ അനുസരണയോടുകൂടി പന്തി അതായത് വരിയായിട്ട് അവരെല്ലാവരും ഇരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 100 പേർക്ക് നമ്മൾ ആഹാരം വിളമ്പുമ്പോൾ അവിടെ എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടാകുകയാണ്. ഒരാൾക്ക് കിട്ടിയില്ല, ഒരാൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, നിലവിളിയും ഇടിയും തമ്മിലിടിയും കൂട്ടവിളിയും ഒക്കെയാണ് നടക്കുന്നത്. എന്നാൽ അവിടെ ഇത്രയും വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നിട്ടും അവർ കൃത്യമായിട്ട് യാതൊരു ബഹളമോ ഒന്നും കൂടാതെ എല്ലാവരും നിരനിരയിരുത്തി കർത്താവായ ദൈവം അതിന് വാഴ്ത്തി നുറുക്കി അവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. എല്ലാവരും ആവശ്യത്തിൽ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും തൃപ്തിയാവണ്ണം കഴിച്ചു കാണുക. കാരണം അവർക്ക് കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച ഭക്ഷണമാണ്. ആ ഭക്ഷണം എത്ര ടേസ്റ്റ് ആണ് അല്ലേ, എത്ര അത്ഭുതകരമായ, എത്ര ആരോഗ്യം തരുന്ന ഭക്ഷണമാണ്. മന്നായെ പോലെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച ഭക്ഷണത്തിൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവരാവശ്യം പോലെ ഭക്ഷിച്ചു. വേദപുസ്തകം പറയുന്നത് അവർ മതിയാകുവോളം കഴിച്ചു എന്നാണ്. മതിയാകുവോളം, തൃപ്തി വരുവോളം അവർ കഴിച്ചു എന്നാണ് നമ്മുടെ വേദപുസ്തകം പറയുന്നത്. എത്ര ബാക്കി വന്നു എന്നെങ്ങാനും പറയുന്നുണ്ടോ? അത് പറയുന്നുണ്ട്. 12 കൊട്ട അല്ലെ, 12 കൊട്ട അവശേഷിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെയും ബാക്കി 12 കൊട്ട അവർ നിറച്ചെടുത്തു എന്ന് പറയുന്നു. 12 കൊട്ട ബാക്കി വന്നു. അതെ.
അത് എന്തുകൊണ്ടാണ് 12 ശിഷ്യന്മാർ 12 കുട്ട ബാക്കി വന്നു എന്ന് പറയുന്നതിന് കാരണം പാസ്റ്റർ ജോയ്? അതൊരു നല്ല ചോദ്യമാണ്. 12 കൊട്ട ബാക്കി വരെ ഓരോരുത്തർക്ക് ഓരോ കൊട്ട എടുക്കാനായിരിക്കും. 12 ശിഷ്യന്മാരില്ലേ, 12 ശിഷ്യന്മാർക്ക് പറയാം നിങ്ങൾ ഓരോരുത്തർ ഓരോ കൊട്ട എടുത്തു അല്ലേ, ഒരർത്ഥത്തിൽ. എനിവേ എന്തായാലും 12 കൊട്ട ബാക്കി വന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സമൃദ്ധിയായിട്ടാണ് ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേക കാര്യം. അതിനകത്ത് ശേഷിപ്പുണ്ടാകും. നമ്മൾ മാനുഷികമായിരിക്കുന്ന രീതിയിൽ ഒരു 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മൾ ചില വേദപുസ്തക വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ തൃപ്തിയാകാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. ഇവിടെ എന്താണ്, നിനക്ക് സുഭിക്ഷമായ ഭക്ഷണം തരാൻ കഴിയും. നമ്മൾ സംതൃപ്തരാണെങ്കിൽ അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതം. തീർച്ചയായിട്ടും. ഓക്കെ, ഈ നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഈ ചർച്ച തുടരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കാണാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ചെറിയ ബാലൻ 5 അപ്പവും 2 മീനും മനസ്സാലെ കർത്താവായ യേശു ക്രിസ്തുവിന് സമർപ്പിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയ ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും സ്വമനസാലെ അവൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അതുപോലെ ഇന്ന് ലോകത്തിൽ നമുക്ക് ദൈവം അനേക ടാലന്തുകൾ തന്നിട്ടുണ്ട്. ചിലർക്ക് പാടുവാനായിരിക്കും, ചിലർ നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും, ചിലർക്ക് നല്ലപോലെ പ്രസംഗിക്കാനുള്ള കഴിവുകളായിരിക്കും, ചിലർക്ക് മറ്റുള്ളവരെ സഹായിപ്പാനും അല്ലെങ്കിൽ ദുഃഖത്തിൽ പ്രയാസത്തിൽ രോഗത്തിലിരിക്കുന്നവരെ അവർക്ക് ആദര ശുശ്രൂഷ ചെയ്തു കൊടുക്കാനുള്ള മനസ്സായിരിക്കും. ഇങ്ങനെയുള്ള മനസ്സുകളൊക്കെ എല്ലാ മനുഷ്യരിലും ഒന്നല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള താലന്തുകൾ മനുഷ്യരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ഈ താലന്തുകൾ അവർ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ സ്വമനസാലെ കർത്താവെ എനിക്ക് പാടുവാനുള്ള കഴിവുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചിലർക്ക് അവരുടെ കയ്യിൽ ധാരാളം പണം കയ്യിലിരിപ്പുണ്ട്. ആ പണം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ ആ പണം കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സന്മനസ്, ദൈവവേലയ്ക്കായി, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, അത് ഏത് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ചെയ്യുവാനൊക്കെ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ നമ്മുടെയൊക്കെ കയ്യിൽ ഓരോ കഴിവുകൾ, ഓരോ ടാലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ ബാലൻ്റെ പോലെ നാം ദൈവത്തിൻ്റെ കരങ്ങളത് ഏൽപ്പിക്കുന്നെങ്കിൽ അത് വർദ്ധിച്ച് വലുതായി ദൈവരാജ്യത്തിനല്ല അനേക ആളുകൾക്ക് അത് പ്രയോജനമായിട്ട് മാറും. പോരാതെ വരുവോളം ദൈവം അതിനെ മറിച്ച് നമ്മൾ ധാരാളം അനുഗ്രഹിക്കും. നമ്മുടെ കൈവശമുള്ളതായ 5 or 10 മേനി നാം കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അതിനെ 1000 ഉം 5000 മേനിയുമായിട്ട് വർദ്ധിപ്പിക്കാൻ കർത്താവിന് സാധിക്കും. അപ്പം നാം നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് തീർച്ചയായും ഉപയോഗശൂന്യമായി മാറുക തന്നെ ചെയ്യും. മറിച്ച് നമ്മുടെ കയ്യിലുള്ളതായ ആ ചെറിയ കഴിവുകളെ നാം കർത്താവിലേക്ക് സമർപ്പിച്ച് കൊടുക്കുകയാണ് എങ്കിൽ ഇവിടെ ഈ 5 അപ്പത്തിനെയും 2 മീനിനെയും കർത്താവ് പോഷിപ്പിച്ചതുപോലെ 5000 പേരെ കർത്താവ് അതിലൂടെ ഊട്ടിയതുപോലെ നാം നമ്മുടെ കഴിവുകളെ കർത്താവിൽ സമർപ്പിച്ച് കൊടുക്കുകയാണ് എങ്കിൽ അതിനെ 1000 ഉം 5000 ഉം മേനി വിളയിപ്പിക്കാൻ കർത്താവായ യേശുവിന് സാധിക്കും. ഓക്കെ, ജനം ഇതിനു ശേഷം എങ്ങനെയാണ് പ്രതികരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനോട്? വളരെ നന്ദി. ജനത്തിന് വളരെ തൃപ്തിയായിരുന്നു യേശു ക്രിസ്തുവിനോടുകൂടെ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നതിൽ ഒരു പ്രയാസം ഉണ്ടായില്ല എന്ന് പറയുകയാണ്. അത്ര ഹാപ്പിയാണ് അവർ. സാധാരണ ചില മീറ്റിങ്ങിലൊക്കെ പോയിട്ട് നമ്മൾ വൃഥാവായിട്ട് വരും അല്ലേ, ദുഃഖിച്ചു വരും. പക്ഷേ ഇവിടെ ഈ മീറ്റിംഗ് വന്നുകൊണ്ടതാണ് നല്ല സന്ദേശം കേട്ടു, സുഭിക്ഷമായിട്ട് ഭക്ഷണം ലഭിച്ചു, കർത്താവ് വലിയവനാണെന്ന് ഒന്നുകൂടെ കാണാൻ സാധിച്ചു. ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ എത്ര സന്തോഷകരമാണല്ലേ. ഇവിടെ വചനം നമ്മോട് പറയുന്നത് ഈ ജനങ്ങളൊക്കെയും നന്നായി ആഹാരം കഴിച്ചു, അവർക്ക് തൃപ്തിയായി. അതിനുശേഷം വചനം പറയുകയാണ് ഇവരെല്ലാവരും കൂടി ആലോചിച്ച് കർത്താവായ യേശുവിനെ രാജാവാക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാമായിരുന്നു. കർത്താവായ യേശു അറിയുകയാണ്, കർത്താവായ യേശു കേൾക്കുകയാണ്, ഇവരെന്നെ പിടിച്ച് രാജാവാൻ ഭാവിക്കുകയാണ് എന്ന് കേട്ട ഉടനെ വചനം പറയുന്നു അവൻ മലയിലേക്ക് വാങ്ങിപ്പോയി വീണ്ടും പ്രാർത്ഥിപ്പാനായിട്ട്. കാരണം കർത്താവിന് മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരെന്നെ പിടിച്ച് രാജാവാക്കി കളയും. കാരണം രാജാവ് ഇവരെ രാജാവാക്കിയാൽ ഇവർക്ക് ആഹാരം കൊടുക്കുവാൻ ഞാനുണ്ട്, ഇവർക്ക് പോഷിപ്പിക്കുവാൻ ഞാനുണ്ട്, ഇവർക്ക് വേണ്ടതൊക്കെയും കൊടുക്കുവാൻ ഞാനുണ്ട് എന്നുള്ള ചിന്ത അവരിൽ വന്നു കഴിഞ്ഞു. എന്നെ പിടിച്ച് രാജാവാക്കാൻ പോവുകയാണെന്ന് കർത്താവായ യേശുവിന് മനസ്സിലായതോടുകൂടി കർത്താവിന് രാജാവാകേണ്ട ആവശ്യം ഒരിക്കലും ഇല്ലായിരുന്നു.
അവൻ രാജാതി രാജനാണ്. ഇന്നാണെങ്കിൽ തിരിച്ച് സംഭവിക്കുമായിരുന്നു അല്ലേ? അതെ, ഇന്നാണ് അങ്ങനെ ഒരു സംഭവം നടക്കുക എങ്കിൽ, ഇപ്പൊ എന്നെയോ നിങ്ങളെയോ ഞാനാണ് നിങ്ങളാണ് എന്ന് വരികിൽ, എന്നെയോ നിങ്ങളെയോ ഒരു നേതാവാക്കാനോ ഒരു വലിയ പ്രമാണിയാക്കാനോ ജനങ്ങൾ ആഗ്രഹിച്ചാൽ നാം പെട്ടെന്ന് എന്നെ പിടിച്ചാക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ഇന്ന് പല രാഷ്ട്രീയക്കാരന്മാരും പ്രവർത്തിക്കുന്നത്. പലരും ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒന്ന് കേൾക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ കർത്താവായ യേശു അങ്ങനെയില്ല. അവൻ അധികാരം മോഹിച്ചില്ല, ഒളിച്ചു പോവുകയാണ്. അതെ, അവൻ അധികാരമോഹിയായിരുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ പിതാവായതിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുക, അതായിരുന്നു കർത്താവായ യേശുവിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അത് കർത്താവായ ദൈവം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ഈ അത്ഭുതത്തിലൂടെ ഇന്നത്തെ ജനറേഷന് എന്ത് ദൂതാണ് പാസ്റ്റർക്ക് നൽകാനുള്ളത്? ഇന്ന് ഈ അനുഭവത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെല്ലാം. യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും നന്മയും അതിന് തുല്യമായിട്ട് പറയാൻ മറ്റൊന്നുമില്ല. നാം യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ, നമുക്കുള്ള കഴിവുകളെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നാം എത്ര സന്തുഷ്ടരായിരിക്കും. ഇവിടെ ഒരു വാക്യം എനിക്ക് ഉദ്ധരിക്കുവാനുള്ളത്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ഒരിക്കലും നീതിമാന്മാർ ആഹാരത്തിനോട് ഇരകുന്നത് കണ്ടിട്ടില്ല. അപ്പം ഞാനും നിങ്ങളും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ, ദൈവത്തിൽ പരിപൂർണമായ ഒരു ബന്ധവും വിശ്വാസവും ഉള്ളവരാണ് എങ്കിൽ, ഞാനോ നിങ്ങളോ ആഹാരത്തിനായി ഭൂമിയിൽ ഇരക്കേണ്ടി വരില്ല. കാരണം നമ്മെ പോഷിപ്പിക്കും. ദൈവം നമ്മെ ഓരോ ദിവസവും പോഷിപ്പിക്കും. അതാണ് ലോകത്തിന് കർത്താവ് നൽകുന്ന സന്ദേശം. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ഒരു കാലത്തും ആഹാരത്തിന് വേണ്ടി നിങ്ങൾ ഇരക്കുവാൻ ദൈവം ഇടവരുത്തുകയില്ല. ദൈവം നമ്മെ പോഷിപ്പിക്കും. ഓക്കെ, നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ട് പാസ്റ്റർ ജോയിയുമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹകരമായിരിക്കുന്ന നിലയിൽ കർത്താവെ, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യുവാണ്ടൊക്കെ കർത്താവ് സഹായിച്ചല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ TV പ്രോഗ്രാം ശ്രമിച്ച എല്ലാ പ്രിയ ദൈവമക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കഴിവുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. 5 അപ്പവും 2 മീനും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ അത് വർദ്ധിപ്പിച്ച് അനേക ആളുകൾക്ക് അനുഗ്രഹമാക്കി തീർത്തതുപോലെ യേശുവെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ സകല കഴിവുകളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സായാഹ്ന വേള ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരം അരുളണം. കരുണയുള്ള ദൈവമേ, ആമേൻ. ഈ ചർച്ചയിലേക്ക് പങ്കെടുത്ത പാസ്റ്റർ രാജേഷിനും പാസ്റ്റർ ജോയിക്കും ഹോപ്പ് TVയുടെ നാമധേയത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഈ ചർച്ചയിൽ വിളിക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്രകാരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുവാനും ദൈവനാമത്തെക്കുറിച്ച് സംസാരിക്കുവാനും തക്കവണ്ണം നമ്മെ സഹായിച്ചതിന് ദൈവത്തെ പ്രത്യേക സ്തുതിക്കുന്നു. ഈ ഹോപ്പ് ചാനലിൽ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ സഹായിച്ചതിന് പ്രത്യേകം നന്ദി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടും വിശിഷ്യ ഈ ചാനലിലൂടെ ഞങ്ങൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇതിനേക്കാളും വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. അതിന് നിങ്ങൾ ഒരുക്കമാണോ? കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.